മാച്ച് ദ ഫോളോയിങ് ആണ് വരുന്നത്. ലിസ്റ്റ് 1 നമ്മുടെ അക്കൗണ്ടിങ്ങിലെ ഒരുപാട് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ലിസ്റ്റ് 2 അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. കൺസർവേറ്റിസം ആണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. കൺസർവേറ്റിസം പ്രിൻസിപ്പിളിൻ്റെ വേറെ പേരെന്താണ്? പ്രൂഡൻസ് ഓർ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ. ജസ്റ്റ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയാം. പോളിസി ഓഫ് പ്ലേയിങ് സേഫ് ആണ്. നമുക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റുകളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മുൻകൂട്ടി ആൻറ്റിസിപ്പേറ്റ് ചെയ്യരുത്. പക്ഷെ നമുക്ക് ഉണ്ടാവുന്ന ലോസസ് ഒക്കെ നമ്മൾ മുൻകൂട്ടി ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് പ്രൊവിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഫണ്ട് മാറ്റി വെക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഇത് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ കൺസർവേറ്റിസത്തിനായിട്ട് മാച്ച് ചെയ്ത് കിടക്കുന്നത് ഏതാണ് ഇതിൽ? എല്ലാ ലോസസും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, പക്ഷേ പ്രോഫിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പോയിന്റ് നാലാമത് നമുക്ക് കിടക്കുന്നുണ്ട്. നാലാമത്തെ പോയിന്റ് ആണ് വരുന്നത്. അപ്പോൾ കൺസർവേറ്റിസം മാച്ച് ചെയ്യുന്നത് എവിടേക്കാണ്? നാലാമത്തെ. ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്. അപ്പോൾ ഒന്ന് വരുന്നത്, എ പോയിന്റ് വരുന്നത് 4 അപ്പോൾ നമ്മുടെ ഇതിലേക്ക് പോകുമ്പോൾ എ പോയിന്റിൽ 4 വരുന്ന ഓപ്ഷൻ നമ്മൾ അവിടെ നോക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് ഡ്യുവൽ ആസ്പെക്റ്റ് ആണ് പറയുന്നത്. ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും അതിന് 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഇത് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. ഈ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ നമ്മൾ മേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പറയുന്നത് ഇതിൽ ഏതാണ്? എവറി ട്രാൻസാക്ഷൻ ഹാസ് 2-fold ഡിഫക്റ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ പോയിന്റ് ആണ്. അപ്പോൾ ബി വരുന്നത് 3, അതാണ് ഇതിൽ മാച്ച് ചെയ്തിരിക്കുന്നത്. അടുത്തത് നോക്കാം നമുക്ക്. സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന പ്രിൻസിപ്പിളാണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അതെന്താ പറയുന്നത്? ഓണർ വേറെ, ബിസിനസ് വേറെ. നമ്മുടെ എൻ്റർപ്രൈസ് ഈസ് ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. ഓണറും ബിസിനസ്സും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിൽ ലോൺ എടുത്ത പോലെ ട്രീറ്റ് ചെയ്യുന്നത്. അത് പറയുന്നത് അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഇവിടെ എടുക്കുന്നത് സി. മാച്ച് ചെയ്യുന്നത് ഏതിലേക്കാണ്? 2 എന്റർപ്രൈസ് ഈസ് ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ ആൻഡ് അതർ പേഴ്സൺസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അപ്പോൾ സി മാച്ച് ചെയ്യുന്നത് 2ാമത്തെ പോയിന്റിലോട്ടാണ്. ലാസ്റ്റ് നമുക്ക് പറയണ്ട കൺസിസ്റ്റൻസി ആണ്. കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ എന്താണ്? സ്ഥിരത ഉണ്ടായിരിക്കണം. എല്ലാ അക്കൗണ്ടിങ് പോളിസീസും നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴെപ്പോഴും മാറ്റി ഉപയോഗിക്കാതെ ഒരു ത്രൂ ഔട്ട് ഇയേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഫോർ എൻ അക്കൗണ്ടിങ് പീരീഡ് എന്ത് ചെയ്യണം, സെയിം അക്കൗണ്ടിങ് പോളിസി തന്നെ യൂസ് ചെയ്യണം എന്ന് പറയുന്നതാണ് ഇത് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇവിടെ വരുന്നത് എയിൽ 4, ബിയിൽ 3, സിയിൽ 2, ഡിയിൽ 1 വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. Please subscribe and comment.